നിങ്ങളിൽ ഏറ്റവും മികച്ചത് കണ്ടെത്തുന്നവരോടൊപ്പം സമ്പർക്കം പുലർത്തുക. നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നവരുമായല്ല സഹകരിക്കേണ്ടത്. ചിന്തിക്കാതെ സംസാരിക്കുന്നത് ലക്ഷ്യമില്ലാതെ അമ്പ് തൊടുത്തുന്നതിന് തുല്യമാണ്. പ്രയോജനമൊന്നുമില്ലെന്നു മാത്രമല്ല, ആപത്തും സംഭവിക്കാം. ഏത് പ്രവൃത്തിയിലും ലാഭമുണ്ടാകുന്നതിനേക്കാൾ നമ്മൾ ലക്ഷ്യം പൂർത്തീകരിക്കാനാണ് ശ്രമിക്കേണ്ടത്. ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുമ്പോൾ ലാഭവും സന്തോഷവും എല്ലാം അതിനോടൊപ്പം വന്നു ചേരും. നാം നമ്മുടെ കർമ്മങ്ങളെ നിർണയിക്കുന്നത് പോലെ നമ്മുടെ കർമ്മങ്ങളും നമ്മെ നിർണയിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ മാറാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഓർമ്മയാവാൻ തുടങ്ങുന്നത്. എല്ലാത്തിനും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്നവർക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ നന്മകൾ കാണാൻ സാധിക്കുകയില്ല. നിങ്ങൾക്ക് തെറ്റു പറ്റിയാൽ അത് സമ്മതിക്കുക. നിങ്ങൾ ചെയ്തത് ശരിയാണെങ്കിൽ അഭിപ്രായം പറയാതിരിക്കുക. രണ്ടും മറ്റുള്ളവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും. ചെയ്തു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് അനാവശ്യമാണ്. കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തുന്നത് മണ്ടത്തരവും. നിങ്ങൾ പരാജയപ്പെട്ടോ എന്നതല്ല, പരാജയത്തിൽ നിങ്ങൾ സംതൃപ്തനാണോ എന്നതാണ് വലിയ ചോദ്യം. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെടുന്നതിനു പകരം നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നതിലേക്ക് നിങ്ങളുടെ ഊർജം മാറ്റുക. കഠിനാധ്വാനത്തിന്റെ ഫലവും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും വൈകിയേക്കാം, പക്ഷെ അത് തീർച്ചയായും ലഭിക്കും. ഒരാളുടെ തെറ്റുകൾ ഒരിക്കലും മറ്റുള്ളവരോട് പറയരുത്. അത് അയാളോട് തന്നെ പറയുക. കാരണം ആ തെറ്റ് തിരുത്തേണ്ടത് അയാളാണ്, മറ്റുള്ളവരല്ല. ഒരു കത്തുന്ന തീ വിറകിനെ ചാരമാക്കുന്നത് പോലെ അറിവിന്റെ അഗ്നി എല്ലാ മോശം പ്രവർത്തനങ്ങളെയും ചാരമാക്കാൻ സഹായിക്കുന്നു. ജീവിതത്തിന്റെ എല്ലാ മോശം സാധ്യതകളും നിങ്ങൾ സങ്കല്പിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരിക്കലും സന്തുഷ്ടനാകാൻ കഴിയില്ല. നിങ്ങളുടെ മനസ്സിന്റെ ശക്തിയേക്കാൾ സ്വയം ഉയരുക. നിങ്ങളെ തന്നെ തരം താഴ്ത്തരുത്. മനസ്സിന് നിങ്ങളുടെ ശത്രുവുമാകാം, ഏറ്റവും നല്ല സുഹൃത്തുമാകാം. നിങ്ങളുടെ അമ്മയെപ്പോലെ ആരും നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല. ആരും ഇനി ഒരിക്കലും സ്നേഹിക്കുകയുമില്ല. പ്രധാനമായും ആളുകൾ മറ്റുള്ളവരെ തരം താഴ്ത്തുന്നത് അസൂയ കൊണ്ടും അപകർഷതാ ബോധം കൊണ്ടുമാണ്. സ്വയം വിലമതിക്കാൻ പഠിക്കുക. അതിനർത്ഥം നിങ്ങളുടെ സന്തോഷത്തിനായി പോരാടുക എന്നതാണ്. കിട്ടാത്തതിന്റെ പിന്നാലെ പോയാൽ അത് അകന്നു പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് അനിവാര്യമായത് സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.